എല്ലാവർക്കും വിജീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വിജയ. എൻ്റെ പ്രിയപ്പെട്ട ഓരോരുത്തർ സുഖമായിട്ടിരിക്കുന്നു. ദൈവം സഹായിച്ച് ഇവിടെ സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു. ഇന്നും ഒരു ദിവസം ദൈവം നമുക്ക് ദാനമായി തന്ന അതിന് ദൈവത്തിന് നന്ദി പറയാം. അപ്പോൾ രാവിലെ ബർഗർ പാറ്റി ഇരിപ്പുണ്ടായിരുന്നു, അതും കൊണ്ട് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വെച്ച്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്, ഇവിടെ അങ്ങനെ ചെയ്യാറില്ല. കാരണം പിള്ളേർക്കൊന്നും അങ്ങനെ ഇഷ്ടമല്ല എന്ന് പറഞ്ഞത് കൊണ്ട് റീച്ചാൻ ഇഷ്ടമാണ്. ഞാനതിനെ ഇതങ്ങ് മാറ്റി വെച്ചേക്കുമായിരുന്നു. പക്ഷേ ഇന്ന് എന്ത് വന്നാലും ഞാൻ എൻ്റെ രീതിയിൽ ചെയ്തു. പക്ഷേ വേണ്ടാത്തവരെല്ലാം ഇവിടെ പിടിച്ചു പറിയായിരുന്നു. അപ്പോൾ ചായയൊക്കെ റെഡി ആയായിരുന്നു. ചായ ഡാഡിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ ഞാനോട് ഇച്ചിരി കുടിക്കാൻ എടുക്കുന്നുണ്ട്. റീച്ചാൻ ഒരു 6 മണിയായിട്ട് 6:10 എണ്ണിക്കത്തുള്ളൂ. എന്നിട്ടാണ് കൊച്ചിനെ കൊണ്ടുപോകാൻ റീച്ചാൻ പോകും. അന്നേരമേ റീച്ചാൻ ചായ കൊടുക്കത്തുള്ളൂ ഞാൻ. ഞാനൊരു 2-3 ദിവസം കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ഇത്. അപ്പോൾ റീച്ചാൻ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി. ഞാൻ പറഞ്ഞു, റീച്ചാ പ്ലീസ് പോളിനെയും കൊണ്ട് പോയി ഒന്ന് പറിച്ചുകൊണ്ട് പോവാ. റീച്ചാൻ പറഞ്ഞു, അവർക്കൊന്നും ഇതിൻ്റെ സീരിയസ് അറിയത്തില്ല. ഇവിടെ ഡാഡിക്കും ഇഷ്ടമാണ്, ഞങ്ങൾക്ക് നമുക്ക് അച്ചാറിട്ടാലേ. പിന്നെ എനിക്ക് ഈ മീൻകറിയിലൊക്കെ ഇടാനൊക്കെ എൻ്റെ മനസ്സിലൊരാഗ്രഹമുണ്ട്. ഇതിട്ടൊരു പീര വെക്കണം, ഇതിട്ടൊരു മീൻകറി വെക്കണം, അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് എൻ്റെ ഈ കൊതി കൊണ്ട് ഞാൻ പറയുന്നത്. ഇവിടങ്ങളിലുള്ളവർക്കൊന്നും ഇതിൻ്റെ വാല്യൂ അറിയത്തില്ലല്ലേ. ഇന്ന് കുറച്ച് ഉണ്ടായിരുന്നു, ഞാൻ ഞായറാഴ്ച വന്നുടനെ കണ്ടതാണ്. അത് അങ്ങ് താഴെയും പൊഴിഞ്ഞു. ഇപ്പം ഞാനാണെങ്കിൽ ഇപ്പം താഴെ അങ്ങനെ നടക്കാനൊന്നും പോകുന്നില്ല, അതുകൊണ്ട് ഇതിനെയൊന്നും കാണുന്നില്ലായിരുന്നു. ഈ ഞായറാഴ്ച പ്രേയറിന് ഇറങ്ങി പോകുമ്പോഴേ ഇത് കാണുന്നുള്ളൂ. എന്നും ചിന്തിക്കും വൈകുന്നേരം ആകുമ്പം നടക്കാൻ പോകണം. അപ്പോൾ എൻ്റെ ജോലികൾ അച്ചാറിടുന്ന ദിവസങ്ങൾ കാണും. പിന്നെ പ്രൈസൻ്റെ പുറകെ പഠിപ്പിക്കാനിരിക്കണം. പിന്നെ പിറ്റേന്ന് ബ്രേക്ക്ഫാസ്റ്റിനുള്ള ചെയ്യണം. അങ്ങനെ പല പല കാര്യങ്ങളാണ്. എനിക്കതുകൊണ്ട് വൈകിട്ട് പിന്നെ സമയമേ കിട്ടത്തില്ലെന്നുള്ളത്. അങ്ങനെ അതുകൊണ്ട് പിന്നെ അല്ലെങ്കിൽ ഞാനൊരു സമയം എടുത്ത് താഴെ പോകുമായിരുന്നു. പിന്നെ ഞാനിവിടെ ഇരുന്നില്ലെങ്കിൽ ഇവൻ്റെ പ്രൈസൻ്റെ പഠിത്തമൊക്കെ തടയുക തന്നെ. അപ്പം ഞാൻ മേളിൽ നിന്ന് പറയുന്നുണ്ട്, റീച്ചാ ഉലുത്തെന്ന്. അങ്ങനെ നിന്ന് ഉലുത്തിയതാണ്. വേണ്ടി ഗിഫ്റ്റ്. അവൻ വന്ന് പറഞ്ഞത് മമ്മിക്കൊരു ഗിഫ്റ്റ് ഉണ്ടെന്നും പറഞ്ഞാൽ എനിക്ക് കൊണ്ടുതന്ന ഗിഫ്റ്റാണ്. അപ്പം ഞാനിവിടെ അടുക്കളയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. പാതാമ്പ്രമൊക്കെ തുടച്ച് വെള്ളമൊക്കെ ഒഴിക്കാനൊക്കെ തുടങ്ങുമായിരുന്നു. പാതാമ്പ്രം തുടച്ച തുണി പോലും അവിടെ ഇട്ടിട്ടാണ് ഞാൻ ഇവൻ ബെല്ലടിച്ചോണ്ടേ പുളി നോക്കാൻ ഓടിയത്. ജയിച്ചാൽ എനിക്ക് സ്റ്റീലിൻ്റെ ആങ്കർ ഉണ്ടായിരുന്നല്ലേ, അത് ഒടിച്ച് ഇങ്ങനെ ഇതാക്കി തന്നെ എനിക്ക് താഴെ തുണികൾ വീഴുവാണെങ്കിൽ ഇങ്ങനെ കൊളുത്തിയെടുക്കാൻ. ഞാനതിനെ ഇങ്ങനെ ഇവിടെ കൊളുത്തിയിടും. ഇത്രയും കിട്ടി കട്ടാക്കട്ട. മുംബൈയിലെ ഫ്ലാറ്റിലും ഇരുമ്പമ്പുളി കിട്ടി കേട്ടാ. ആഹാ, അതെ, അവര് കോതി വെട്ടി മേളിലോട്ടാക്കി. അതുകൊണ്ട് താഴെ നിന്ന് പറിക്കാത്ത പ്രയാസമാണ്. ഞാൻ സൺഡേ വന്നോണ്ടേ കണ്ട്. അപ്പോൾ റീച്ചാണ് ഞാൻ പറിക്കാമെന്ന്. റീച്ചാൻ പറഞ്ഞു, ഇല്ല പോളും പ്രൈസനും പെട്ടത്. ഞാൻ പറഞ്ഞു, പോളും പ്രൈസനും പോയാൽ 2 പേരൂടെ അടി കൂടിയിട്ട് വരും. പ്രൈസർ ഉണ്ടെങ്കിൽ തണ്ടിപ്പോൾ ഇങ്ങനെ ചതഞ്ഞതുണ്ടല്ലേ, അത് കാണുവാണെങ്കിൽ അവൻ ചീച്ചി എന്ന് പറയും, ഇത് എടുക്കാതെ ഇങ്ങനെ വരും. ഞാൻ പറഞ്ഞ് അവർ രണ്ടും പോകുന്നതിനേക്കാൾ നല്ലത് റീച്ച ഓഫീസിലോട്ട് പോകുമായിരുന്നു. എന്ത് വന്നേലും പോയി. ഞാൻ പറഞ്ഞില്ല, ഈ അലുമിനിയത്തിൻ്റെ ഹാങ്കർ ഉണ്ടായിരുന്നു, അത് റീച്ചാൻ അത് വളച്ചൊടിച്ച് എനിക്ക് താഴെ ഈ ടോപ്പിലെങ്ങാനും താഴെ നമ്മുടെ തുണികൾ താഴോട്ടങ്ങനെ വീഴുമെങ്കിൽ എനിക്ക് കോർത്തെടുക്കാനേ അതും കൊണ്ട് പോയി. ഞാൻ പറയും, ഇങ്ങനെ തോട്ട പോലെ വലിച്ചു. ഇവർക്ക് തോട്ട പോലെ റീച്ചാൻ നിന്ന് പോയി കുലുക്കി എന്തോന്നും ഇത്രയും കിട്ടി. ഞാൻ എന്തോന്നും ഇച്ചിരി കൊഴിയാളെന്ന് പറയാം, മീൻ ഇരിപ്പുണ്ട്, ഇന്ന് വെക്കുന്നില്ല. അതിട്ട് മീൻകറിയും വയ്ക്കാം, ബാക്കി ഇച്ചിരി അച്ചാറിടാം. ഇവിടെ അപ്പച്ചന് ഡാഡിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇരുമ്പമ്പുളി അച്ചാർ. ഇത്രയൊക്കെ നമുക്ക് നാട്ടിലിത് വെറുതെ പോവല്ലേ, അതിനതിൻ്റേതായ വിലയില്ല. ഇതാകുമ്പോൾ നമുക്കൊക്കെ ഇതിൻ്റെ വില.
ആ ഗാർഡനിൽ അത് വെട്ടിക്കളയാതിരുന്നാൽ കൊള്ളായിരുന്നവർ. ഇവിടങ്ങളുള്ളവർക്കൊട്ട് അറിയത്തുമില്ല ഇതിൻ്റെ വാല്യൂ. നമ്മൾ പോയി പറിച്ചിയാ. ചിലർക്കുണ്ടല്ലേ എന്തോ പശു ഒട്ട് പുല്ല് തിന്നുവോ അല്ല പുലി ഒട്ട് പോച്ച തിന്നുവോ പശുവിനെ തീറ്റിക്കുമോ എന്ന് പറഞ്ഞതുപോലെ ചിലർക്ക് കാണുമ്പോൾ കുശുമ്പുള്ളവരുണ്ടല്ലേ. അതെന്നേരം ഈ ഗാർഡൻ ഈ നോക്കുന്ന ഒരു അങ്ങാരുണ്ട്. അങ്ങാരാ ഈ കോതി മേപ്പോട്ടാക്കിയത്. വെട്ടിക്കളയാനും ചാൻസ് ഇല്ലേ. അപ്പോൾ എന്തു വന്നേലും ഇത്രയും കിട്ടി. വെട്ടിക്കളയാതിരുന്നാൽ അതുള്ളിടത്തോളം കാലം നമുക്ക് നല്ലതായിരുന്നു. ഇടയ്ക്കിടയ്ക്കേ ഇങ്ങനെ ഇത് പൂത്ത് കിട്ടുന്ന ഉടനെ ഓക്കെ അത് കാണിക്കാൻ എടുത്തതാ. ഇപ്പം ചിലർ എന്നാലും കമൻറ്റ് ഇടാൻ, ചേച്ചി ഇരുമ്പുളി ഒത്തിരി തിന്നല്ലേ. ഒത്തിരി ഒന്നും തിന്നുന്നില്ല, നമുക്കിങ്ങനെ വല്ലപ്പോഴും വലിയ കിട്ടുന്നത്. നമ്മളങ്ങനെ എപ്പോഴും ഡെയിലി തിന്നാറില്ലല്ലേ. അറിയാം ഇരുമ്പുളി എന്താണേലും അധികമായാൽ അമൃതം വിഷമെന്ന് പറയുന്ന പോലെ എന്ത് നമ്മൾ ഓവറായിട്ട് കഴിക്കുവാണെങ്കിൽ അത് നമുക്ക് പ്രോബ്ലം ഉണ്ടാവും. പക്ഷേ ഇത് എപ്പോഴും അല്ലല്ലോ, നല്ലപ്പോൾ ഇത്രയും നമ്മൾ എത്ര പേര് കൂട്ടി കഴിക്കുന്നത്. ഒരു മുട്ടക്കറി വെക്കാം ചപ്പാത്തിക്ക്. പച്ചക്കറി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മെഴുക്കോട്ടി വെക്കാനുള്ള വെണ്ടയ്ക്കയില്ല, കോവയ്ക്കയില്ല. അപ്പം ചെന്നിച്ചെന്നാൽ ഈ മുട്ട ഇന്നലെയാണ് വാങ്ങിച്ചത്. മുട്ട ഇപ്പം എന്തോ വില 240 രൂപ 30 അന്ന് പറഞ്ഞ് ക്രിസ്മസ് സമയത്ത് ചോദിച്ചോണ്ടേ പറഞ്ഞ് ക്രിസ്മസ് ആയി എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു ഇപ്പോഴും. അപ്പോൾ പറയാം ഇപ്പോഴും തണുപ്പ് തുടങ്ങി, അതുകൊണ്ട് എല്ലാവരും മുട്ട തിന്നുന്നു. മുട്ടക്കറി വെക്കാം ചപ്പാത്തിക്ക്. പച്ചക്കറി ഇന്നലെ വാങ്ങിച്ചുകൊണ്ട് വന്ന് മെഴുക്കോട്ടി വെക്കാനുള്ള വെണ്ടയ്ക്കയില്ല, കോവയ്ക്കയില്ല. അപ്പം ചെന്നിച്ചെന്നാൽ ഈ മുട്ട ഇന്നലെയാണ് വാങ്ങിച്ചത്. മുട്ട ഇപ്പം എന്തോ വില 240 രൂപ 30 അന്ന് പറഞ്ഞ് ക്രിസ്മസ് സമയത്ത് ചോദിച്ചോണ്ടേ പറഞ്ഞ് ക്രിസ്മസ് ആയി എല്ലാവരും കേക്ക് ഉണ്ടാക്കാൻ വാങ്ങിക്കുന്നതാണ്. ഞാൻ ചോദിച്ചു ഇപ്പോഴും. അപ്പോൾ പറയാം ഇപ്പോഴും തണുപ്പ് തുടങ്ങി, അതുകൊണ്ട് എല്ലാവരും മുട്ട തിന്നുന്നു. പോളിന് ഇന്ന് എക്സാം ഇല്ല, നാളെ ഉണ്ട്. അപ്പം അവന് ചിലർ ക്ലാസ് എടുക്കുന്നുണ്ടല്ലോ യൂട്യൂബിൽ, അപ്പം അതിരുന്ന് കേൾക്കുക. ഇനി 2 എണ്ണം കൂടെ ഉണ്ട്. ഇനി വെള്ളത്തിൽ ഇടും ഞാൻ, എന്നാലേ രക്ഷയുള്ളൂ. ഇത് മുട്ടക്കറിക്കും വേറെ ഇതിനൂടെ. तेरी चरणों में ചട്ടി വെച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഇച്ചിരി കടുകും, 1/2 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ പെരുംജീരകം കൂടെ ഇട്ടിട്ടുണ്ട്. അതൊന്ന് നന്നായി ഒന്ന് പൊട്ടി വരട്ടെ. 2 കറിവേപ്പില, ഒരു 3 സവാള, ഉപ്പിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലോട്ടൊരു 2 ടൊമാറ്റോ. കുമ്മണി ഇട്ടോളേ. നീയേ ഇച്ചിരി നേരം അടച്ചു കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 4 ടീസ്പൂൺ, ഈ സ്പൂണിന് 4 സ്പൂൺ, ചെറിയ സ്പൂണാണ് മല്ലിപ്പൊടി. അതേ സ്പൂണിന് കാശ്മീരി മുളക് പൊടി 2 ടീസ്പൂൺ, 1 ടീസ്പൂൺ
ഗരം മസാല നന്നായിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കണം. ഒത്തിരി കളറ് വരുന്നിടം വരെ. ഇച്ചിരി നേരം ഞാൻ അടച്ചു കൊടുക്കുന്നുണ്ട്. തീ ഏറ്റവും കുറച്ചിട്ട്, ചട്ടിയാകുമ്പോൾ നല്ല ചൂടുണ്ടല്ലോ, അതുകൊണ്ട് അടച്ചു കൊടുക്കുന്നുണ്ട് തീ കുറച്ചിട്ട്. ഈ തീരൊരു 6-7 മിനിറ്റ് കൂടുതൽ കിടന്നു. അവിടെ ഒരു മൂത്തെന്നറിയാൻ ഇങ്ങനെ ഉരുണ്ട് വരും. ആ എണ്ണയൊക്കെ അതിനുള്ള എണ്ണ ഇതിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരും. ചമ്മന്തി നമ്മൾ ഉരുട്ടിയെടുക്കത്തില്ലേ, അതുപോലെ. ഇനി ഇതിലേക്ക് ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. എനിക്ക് ഈ കറി ഇട്ടതിന് ഇഷ്ടം. ഞാനിപ്പം എൻ്റെ മുട്ട അല്ലാതെ തിന്നും. ചിലപ്പോൾ കറിയിലിട്ട് തിന്നും, ഒന്നല്ലാതെ ഇഷ്ടം. അപ്പോൾ മുട്ട അവിടെ കിടക്കട്ടെ. ഞാനപ്പം നമ്മുടെ പ്രോൺസ് മസാലയ്ക്ക് വേണ്ടി ഇതൊരു 300 ഗ്രാം പ്രോൺസ് ഉണ്ട്. ഞാനന്ന് അച്ചാറിടാൻ വാങ്ങിച്ചുകൊണ്ട് ഇച്ചിരി എക്സ്ട്രാ ഇതിനൂടെ വാങ്ങിച്ച. അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഇച്ചിരി മഞ്ഞൾപ്പൊടി, കുറച്ചൊരു 1/2 ടീസ്പൂണിൽ കൂടുതൽ കാശ്മീരി മുളക് പൊടി, ഇച്ചിരി ഉപ്പ് ഇട്ടതൊന്ന് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഇട്ട് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്തൊരു അരമണിക്കൂർ വയ്ക്കാം. അപ്പോൾ നമുക്ക് പിന്നെ മസാലകൾ ചേർക്കണം. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്തിരി ചേർത്തതേ. ഞാനത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് പയറരിഞ്ഞ് വെച്ചായിരുന്നു. അപ്പം പയർ തോരനൂടെ ഒന്ന് ഉണ്ടാക്കിയെടുക്കട്ടെ. ഞാനിവിടെ പാൻ വെച്ച് ഇച്ചിരി ഓയിൽ ഒഴിച്ചിട്ട് നമുക്ക് ഈ പ്രോൺസ് ഇതൊന്ന് ചെമ്മീനൊന്ന് വറുത്തെടുക്കണം ഇച്ചിരി. അപ്പം ഞാനെല്ലാം ഒന്നിങ്ങനെ നിരത്തി ഇടുന്നുണ്ട്. നല്ല അടിപൊളിയായിരുന്നു ആ പ്രോൺസിൻ്റെ. ഞാൻ ഈ വെച്ച രീതിയിൽ വെച്ചപ്പം ആ പ്രോൺസിനൊരു വേറൊരു ടേസ്റ്റ് ഉണ്ടല്ലേ, അതൊന്നും മനസ്സിലാവത്തില്ലായിരുന്നു. ഇവർക്കത് ചിക്കൻ പോലെ ചിക്കൻ്റെ കറിയുടെയൊക്കെ ഒരു ഇതാണ് വന്നത് അവർക്ക്. പ്രൈസൻ പിന്നെയും വറുത്താലൊക്കെ തിന്നുമായിരുന്നു. പോളായിരുന്നു കൈയും കൊണ്ട് തൊടാത്തെ. പോള് വന്ന് ഞാനിത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇത്തിരി ഒന്ന് എടുത്ത് ഒരെണ്ണം എടുത്ത് തിന്നണേ, എന്തുവാ മമ്മി ഇതെന്തുവാ മമ്മി ഉണ്ടാക്കിയത്, നല്ലയാന്നും പറഞ്ഞ്. അവർക്ക് ഉച്ചയ്ക്ക് ഞാൻ ചപ്പാത്തി അല്ലേ കൊടുത്തത്. അപ്പോൾ അവർക്ക് വൈകിട്ട് രാത്രികളാണ്. അതിന് മുമ്പിട്ട് അവനൊന്ന് വന്ന് ടേസ്റ്റ് എടുത്തായിരുന്നു. അപ്പം ഞാൻ ഡാഡിക്ക് അങ്ങ് നേരത്തെ എടുത്ത് കൊടുത്തായിരുന്നു. പിന്നെ ബാക്കിയുള്ളവരുടെ ഇത് എൻ്റെ മുട്ട ഞാനല്ലാതെ കഴിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഞാനിതെല്ലാം ഒന്ന് തിരിച്ചുകൂടിടുന്നുണ്ടേ. ഒത്തിരി അങ്ങ് മുരിച്ചെടുക്കും. ഒരു 80% നമുക്ക് വേവിച്ചിട്ട് ബാക്കി നമുക്ക് മസാലയ്ക്കകത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കണേ. ഞാൻ ചട്ടി വെച്ചിട്ട് ആ പ്രോൺസ് വറുത്തില്ലേ, അതിൻ്റെ അകത്ത് ഒരു ഇച്ചിരി ഓയിലുണ്ടായിരുന്നു. പിന്നെ ഒരു ഇച്ചിരിയും കൂടെ ഒഴിച്ച്. അപ്പോൾ ഞാൻ ഇച്ചിരി കടുക് ഇട്ടോണ്ട് സ്പൂൺ എൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് തട്ടിപ്പോയി. അപ്പോൾ ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചിട്ട് ഇത്തിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം 300 ഗ്രാമല്ല ഉള്ളു. അപ്പം ഞാനൊരു ഇച്ചിരി ഗ്രേവി ആക്കുന്നുണ്ട്. അതുകൊണ്ട് ഞാനൊരു 3 മീഡിയം സൈസിലെ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇതങ്ങ് ഇത്തിരി വെള്ളം സവാളയാണ്, അതുകൊണ്ട് ഇത്തിരി കുറയും. ഞാൻ ഉപ്പിടാതാണ് ഈ സവാളയൊന്ന് വഴറ്റിയത്. കാരണം ഉപ്പിട്ടാതെ അങ്ങ് പെട്ടെന്ന് അങ്ങ് കുഴഞ്ഞു പോകുന്നത് പോലെ തോന്നിയിട്ടുണ്ട്. അപ്പം ഞാൻ ഇപ്പം സവാളയ്ക്ക് ഒരു 3/4 വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് വലുതാണെങ്കിൽ 1 ടൊമാറ്റോ, ചെറുതാണെങ്കിൽ ഞാൻ ഇത് ചെറുതായതുകൊണ്ട് 2 എണ്ണം എടുത്തിട്ടുണ്ട്. ഞാനതങ്ങനെ നീളത്തിലാണ് അരിഞ്ഞത്. എന്നിട്ട് ഇപ്പം ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ടൊമാറ്റോയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരട്ടെ. ഇച്ചിരി നേരം അടച്ചുകൂടെ കൊടുക്കാം. റൈസൻ അന്നേരം വിശക്കുന്നെന്നും പറഞ്ഞ് വന്നു. അവൻ അന്നേരം ഇനി ചപ്പാത്തിയും മുട്ടയും കൂടെ കൊടുക്കട്ടെ. ഞാൻ ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ കൂടെ മഞ്ഞൾപ്പൊടി, കുറച്ച് ചേർക്കുന്നുള്ളൂ, കുറച്ചല്ല ഉള്ളു.
ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത്, ഇതിലോട്ട് ഇനി നമ്മൾ ആ വറുത്ത കൊഞ്ചിട്ട് കൊടുക്കാം. ഈ കൊഞ്ചൂട് ഇട്ട് കൊടുത്തിട്ട് ഒരു സ്വല്പം വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഞാൻ ഒത്തിരി ചാറായിട്ടല്ല എടുക്കുന്നത്, നല്ല തിക്ക് പരുവത്തിൽ ഒരു ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് ഒരു 10 മിനിറ്റ് കൂടെ ഒന്ന് വേവട്ടെ. കാരണം ഓൾറെഡി അത് നമ്മൾ വറുത്തപ്പോൾ അത് വെന്തതാണ്. കുറച്ച് നേരം ഇനി മസാലയെ കിടന്നൊന്ന് വെന്താൽ മതി. അപ്പം ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കിന് അത് റെഡി ആയായിരുന്നു. അപ്പം നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നേ. അപ്പോൾ കുരുമുളകാണ് ഞാൻ ഇതിൽ കൂടുതലും ചേർത്തത്. അപ്പോൾ കുരുമുളകിൻ്റെ ടേസ്റ്റാണ് മുന്നിട്ട് നിൽക്കുന്നതും പെരുംജീരകത്തിൻ്റെ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണേ, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ കൂടെ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാതാരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായി വീണ്ടും ചാനൽ കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ ബെല്ലൈക്കോട്ടോട് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഓൾ എന്നൊരു ഓപ്ഷൻ വരും. അതോടെ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എന്നും വരുന്നതായിരിക്കും. ഇനി ഒരു പുതിയ വീഡിയോയുമായി വരും വരെ ബൈ, ഗോഡ് ബ്ലസ് യു ഓൾ. താങ്ക് യു, ടേക്ക് കെയർ, ബൈ, സീ യു.